പേഴ്ച പ്രശ്നത്തിൻ്റെ പുറകിലായതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് 2 വർഷമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നാളത്തോടു കൂടി അല്ലെങ്കിൽ ഈ ആഴ്ചത്തോടു കൂടി അതിന് തീരുമാനമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 3 മത്സരങ്ങളിലായിട്ട് അൺബീറ്റണായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ മാജിക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 മലയാളി താരങ്ങളുടെ സുവർണ ശീർഷ സ്പർശങ്ങൾ, 2 ഹെഡർ ഗോളുകൾ. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ജംഷഡ്പൂർ FC സ്വന്തം തട്ടകത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുമ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ അത്യാവശ്യം സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നേണ്ടതാണ്. പക്ഷേ ഈ ജയം കൊണ്ട് ഈ പിഴച്ച മാനേജ്മെൻറ്റിനോടുള്ള വെറുപ്പ് നമ്മൾ മാറ്റിവെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മലയാളി താരങ്ങൾ, ആദ്യം നമ്മുടെ നിഹാൽ സുധീഷിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഹെഡർ, അതിനുശേഷം നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള വിപിൻ മോഹനൻ, ഒരു സ്പൈഡർമാൻ ഹെഡർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം വിപിൻ മോഹനൻ്റെ ഹെഡറിനെ. ആ ഒരു ഗോൾഡ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് സങ്കടപ്പെടണം. കാരണം മത്സരത്തിനിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള കരീം ബെനാരിഫ് പരിക്ക് പറ്റി പുറത്തേക്ക് പോയി. ആ ഒരു ഗ്യാപ്പിലാണ് വിപിൻ മോഹനൻ വന്ന് കയറിയത്. ലിമിറ്റഡ് റിസോഴ്സുമായിട്ട് ഇങ്ങനെ ഒരു കളി കാഴ്ചവെക്കാൻ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പരിശീലകന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ഏതായാലും ഈ ഒരു പരിശീലകനും പിന്നീട് ആരാധകരുടെ പ്രതിഷേധം കാരണം കാശിറക്കി കൊണ്ടുവന്ന താരങ്ങളുടെ പ്രകടനവും കൂടി ആയപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആദ്യമേ മികച്ച ടീം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ പിഴച്ച ലാഭം നോക്കുന്ന പരിപാടി ഇല്ലായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഈ ഒരു സീസണിൽ ചാമ്പ്യന്മാരായാണ്. പക്ഷേ ഈ വിജയം കൊണ്ടൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവരുത്. കാരണം ഈ ഒരു മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മളങ്ങ് കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ചില സാധനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്ന് കയറും. നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി നമ്മളെ അങ്ങ് നശിപ്പിച്ചില്ലാതാക്കും. നമ്മളെ എത്രമാത്രം തെറി വിളിപ്പിക്കാൻ പറ്റുമോ അത്രയും വിളിപ്പിക്കും. നമ്മളെ എത്രമാത്രം ക്രൂരന്മാരാക്കാൻ പറ്റുമോ അത്രയും ആക്കി നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ തന്നെ നശിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ വന്നു കയറും. ആ സാധനങ്ങൾ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ.